ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 8-ാം അധ്യായം 35-ാം വാക്യത്തിൽ അത്യുന്നതനായ ദൈവത്തെ കണ്ടെത്തുന്നവൻ ദൈവത്തിൻ്റെ കടാക്ഷങ്ങൾ പ്രാപിക്കുന്നു എന്ന് ഓർപ്പിക്കുന്നുണ്ട്. ഈ ലോകത്ത് നിരവധി വ്യക്തികളുടെ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും കടാക്ഷങ്ങളുമൊക്കെ അനുഭവിക്കുവാനായിട്ടാണ് നമുക്ക് ഭാഗ്യം ലഭിച്ചിട്ടുള്ളത്. ഈ ലോകത്തുള്ള മനുഷ്യൻ്റെ കടാക്ഷങ്ങൾ നമുക്ക് ഏറ്റവും അനുഗ്രഹമായി തീരുന്നു എങ്കിൽ, നന്മയായി അനുഗ്രഹമായി ഭവിക്കുന്നു എങ്കിൽ, അത്യുന്നതനായ ദൈവത്തിൻ്റെ കടാക്ഷം നമ്മുടെ ജീവിതത്തിനകത്തുണ്ടാകുന്നു എങ്കിൽ അത് ഏറ്റവും ശ്രേഷ്ഠമായ നിമിഷങ്ങൾ തന്നെയാണ് എന്ന് നമുക്ക് ഗ്രഹിപ്പാനായിട്ട് കഴിയുന്നുണ്ട്. 41-ാം സങ്കീർത്തനത്തിനകത്ത് ദൈവത്തിൻ്റെ കടാക്ഷം ആർക്കാണുണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ, എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ, അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കും. എളിയ ജനത്തെ, കഷ്ടമനുഭവിക്കുന്ന ജനത്തെ, ദരിദ്ര ജനത്തെ, ആരോരുമില്ലാത്തവരെ നാം ആദരിക്കുകയാണെങ്കിൽ, അവരോട് കരുണ കാണിക്കുകയാണെങ്കിൽ, അത് ദൈവം നമ്മോട് കടാക്ഷം കാണിക്കുവാൻ, കരുണ കാണിപ്പാൻ അത് കാരണമായി തീരും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിനകത്ത് 33 മുതലുള്ളതായ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ എടുത്തു പറയുന്നതായ ഒരു കാര്യമുണ്ട്. 34-ാം വാക്യത്തിൽ ഓർപ്പിക്കുന്നത്, രാജാവ് തൻ്റെ വലത്തുഭാഗത്തുള്ളവരോട് അരുളി ചെയ്തത്, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവീൻ എന്ന് ഓർപ്പിക്കുകയാണ്. ഒരു കൂട്ടം ജനത്തോട് അത്യുന്നതനായ ദൈവം പറയുകയാണ്, നിങ്ങൾ ദൈവത്താൽ, പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു എന്നും നിങ്ങൾക്കു വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ ഏറ്റവും മഹനീയമായ ശ്രേഷ്ഠമായതിലേക്ക് നിങ്ങൾ പ്രവേശിക്കുക എന്ന് പറയുമ്പോൾ അത് ദൈവത്തിൻ്റെ വലിയ കരുണയാണ്, ആദരവാണ്, സ്നേഹമാണ്. ആർക്കാണ് അത് ലഭിപ്പാനായിട്ടിടയായി തീർന്നത്? ഇവിടെ പറയുന്നത്, എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു, ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നു, അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടു, നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു, രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നു, തടവിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നു. സാധാരണ ജനത്തിനു വേണ്ടി കരുണ കാണിക്കുന്ന, മനസ്സലിയുന്ന, സാധുക്കൾക്കു വേണ്ടി നന്മകൾ ചെയ്തു കൊടുക്കുന്ന ഒരു നല്ല പ്രവൃത്തി നാം ചെയ്യുമ്പോൾ അത് ദൈവത്തിന് ചെയ്യുന്നതിനോട് തുല്യമാണ്. ദൈവം പറയുകയാണ്, ഞാൻ നഗ്നനായി വന്നു, ഞാൻ വിശന്നവനായി വന്നു, ഞാൻ അതിഥിയായി വന്നു, ഞാൻ രോഗിയായി വന്നു. യഥാർത്ഥത്തിൽ ദൈവമല്ല വന്നത്, സാധുക്കളാണ്, പാവങ്ങളാണ്, മാർഗമില്ലാത്തവരാണ്. അവരോട് കരുണ കാണിക്കുക എന്ന് പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ കടാക്ഷം, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിനകത്ത് വരുവാനായിട്ട് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് എന്നുള്ളതാണ്. ഇസ്രായേലിനത്തോട് ദൈവം കടാക്ഷിച്ചതുകൊണ്ടാണ് അബ്രഹാമിനോട് ചെയ്ത ആ നിയമം, അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ദൈവം വെച്ചിരുന്ന വ്യവസ്ഥകൾ അനുസരിച്ചുകൊണ്ട് സാധുക്കളായ ജനത്തെ ദൈവം കരുണ കാണിപ്പാനും അവരോട് കടാക്ഷിച്ചിട്ട് അവരുടെ അടിമത്തത്തിൽ നിന്ന് അവരെ വിടുവിപ്പാനും ഇടയായി തീർന്നിട്ടുണ്ട്. പെട്ടകത്തിലായിരുന്ന നോഹയെ ദൈവം ഓർക്കുകയും ദൈവം നോഹയോട് കടാക്ഷിച്ച് മഴ നിർത്തിക്കൊടുത്ത് പെട്ടകത്തിൽ നിന്ന് ആ ജനത്തെ പുറത്തു കൊണ്ടുവരുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കടാക്ഷമാണ് എനിക്കും നിങ്ങൾക്കും ആവശ്യമുള്ളത്. ദൈവത്തിൻ്റെ കടാക്ഷം നമുക്കുണ്ടാകേണ്ടതിന്, ദൈവത്തിൻ്റെ കരുണ നമുക്കുണ്ടാകേണ്ടതിന്, ദൈവാനുഗ്രഹങ്ങൾ നമുക്കുണ്ടാകേണ്ടതിന് നാം സാധുക്കളോട് കരുണ കാണിക്കുന്നവരായി, നാം ചെയ്യേണ്ട പ്രവൃത്തികൾ അതിൻ്റെ നിരകളിൽ, അതിൻ്റെ സ്ഥിതികളിൽ ചെയ്തെടുത്തുകൊണ്ട് യഹോവയുടെ അനുഗ്രഹങ്ങളും കടാക്ഷങ്ങളും പ്രാപിക്കുന്നവരായി തീരുവാൻ നമുക്കും അധികം ഉത്സാഹിക്കുന്നവരായി തീരാം. അതിനുവേണ്ടി നമ്മെ തന്നെ സമർപ്പിക്കുന്നവരായി തീരാം. ദൈവം നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും കടാക്ഷങ്ങളും അനുഭവിക്കുന്നവരായി ഞങ്ങൾ തീരേണ്ടതിന് ദൈവസന്നിധിയിൽ ഞങ്ങളുടെ കടപ്പാടുകളും ഞങ്ങളുടെ പ്രവൃത്തികളും അതിൻ്റെ നിലകളിൽ ചെയ്തെടുപ്പാനും ദൈവാനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് അനുഭവിപ്പാനും ദൈവം ഞങ്ങളെ ഭാഗ്യമുള്ളവരാക്കി തീർക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ശ്രേഷ്ഠമാണ്. അത് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവം നൽകണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.